മഴക്കാലത്ത് എയർ കണ്ടീഷണർ അമിതമായി ഉപയോഗിക്കാറുണ്ടോ എങ്കിൽ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും അറിയാം. AC മുറികളിലെ വായു വളരെ തണുത്തതും വരണ്ടതുമായിരിക്കും. ഇത് മൂക്കിനെയും തൊണ്ടയെയും അസ്വസ്ഥമാക്കുകയും വൈറസ് ബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. AC ഫിൽറ്ററുകൾ വൃത്തിഹീനമാണെങ്കിൽ പൊടി, പൂപ്പൽ, ബാക്ടീരിയ എന്നിവ വായുവിൽ പടരാൻ ഇത് കാരണമാകും. AC ഫിൽറ്ററുകളിൽ അടിഞ്ഞുകൂടുന്ന പൊടിപടലങ്ങളും പൂപ്പലും വായുവിലൂടെ പടരുമ്പോൾ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണുചൊറിച്ചിൽ, ചുമ എന്നിവ ഉണ്ടാകാം. തണുത്ത വായു ശ്വസിക്കുന്നത് ആസ്മയോ മറ്റ് ശ്വാസകോശ രോഗങ്ങളോ ഉള്ളവരിൽ ശ്വാസമുട്ടലും ചുമയും വർദ്ധിപ്പിക്കും. AC മുറിയിലെ വായു വരണ്ടതാകുന്നതോടെ ചർമ്മം വരളാനും ചുണ്ടുകൾ പൊട്ടാനും കണ്ണുകളിൽ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. തണുത്ത വായു മൂക്കിൽ അസ്വസ്ഥത ഉണ്ടാകുകയും മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. കൃത്യമായി പ്രവർത്തിക്കാത്ത ACകൾ മുറിയിൽ ഈർപ്പവും പൂപ്പലും ഉണ്ടാക്കുന്നത് സൈനസ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കും. ദീർഘനേരം തണുത്ത മുറിയിൽ ഇരിക്കുന്നത് പേശികളും സന്ധികളും കടുത്തുപോകാൻ കാരണമാകും. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് പോലുള്ള വാതസംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവരെ ഇത് കൂടുതൽ ബാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഒപ്പം വൈദ്യുതി ലാഭിക്കുന്നതിനുമായി ACയിലെ താപനില എപ്പോഴും 24°C മുതൽ 26°C വരെയായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. അഴുക്കുപിടിച്ച ഫിൽറ്ററുകളിൽ പൊടിയും പൂപ്പലും അടിഞ്ഞുകൂടുകയും ഇത് മുറിക്കുള്ളിലേക്ക് പടരുകയും ചെയ്യും. അലർജി, ആസ്മ, സൈനസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അതിനാൽ AC ഫിൽറ്ററുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുകയും സർവീസ് ചെയ്യുകയും വേണം. AC മുറികളിൽ വായുസഞ്ചാരം കുറവായതിനാൽ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ജനലുകൾ തുറന്നിട്ട് ശുദ്ധവായു അകത്തേക്ക് കടത്തിവിടാൻ ശ്രദ്ധിക്കണം.